നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുത്തുവന്ന US പ്രസിഡന്റിന്റെ വാദം തള്ളി ഇറാൻ. ഹോർമുസ് എപ്പോൾ തുറക്കണം, എപ്പോൾ അടയ്ക്കണമെന്ന് ഇറാൻ തീരുമാനിക്കുമെന്ന് മറുപടി. ട്വീറ്റിലൂടെയോ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയോ പിടിച്ചെടുക്കാനാവുന്നതല്ല ഹോർമുസ് എന്നും പരിഹാസം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വൻ മോഷണം. അടച്ചിട്ട വീട്ടിൽ നിന്ന് 30 പവൻ കവർന്നു. മോഷണം നടന്നത് സ്വർണ്ണ വ്യാപാരിയുടെ വീട്ടിൽ. അരുണാചൽ പ്രദേശിൽ മിന്നൽ പ്രളയത്തിൽ 4 മരണം, 5 സൈനികരെ കാണാതായി. ക്യാമ്പിലെ 2 സൈനിക ഷെൽട്ടറുകൾ ഒലിച്ചുപോയി. രക്ഷാപ്രവർത്തനം തുടരുന്നു. കർണാടകയിൽ കാട്ടിൽ കയറിയ 3 പേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നു. വെടിവെച്ചത് വേട്ടയ്ക്കായി കാട്ടിൽ കയറിയവരെ. സംഭവം ചാമരായനഗർ ജില്ലയിലെ കാവേരി വന്യജീവി സങ്കേതത്തിനുള്ളിലെ ഷാഗ്യ വനമേഖലയിൽ. മൃതദേഹം ഏറ്റുവാങ്ങാതെ ബന്ധുക്കൾ പ്രതിഷേധിക്കുന്നു. സർക്കാർ മജിസ്ട്രിയൽ അന്വേഷണം പ്രഖ്യാപിച്ചു. AICC ആസ്ഥാനത്ത് നാടകീയ രംഗങ്ങൾ. വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചു. തടയാൻ ശ്രമിച്ച സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും. ആലാപനത്തിൽ വിവാദമില്ലെന്ന് ജയറാം രമേശിന്റെ വിശദീകരണം. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചലിലും കർണാടകയിലും വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനത്തിന് തെളിവെന്ന് പിണറായി വിജയൻ. 80ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തി. സംസ്ഥാനത്ത് വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പതാക ഉയർത്തി. ജില്ലകളിൽ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിച്ചു. വികസിത ഭാരതത്തിനായി സപ്തധാര പ്രഖ്യാപനങ്ങളുമായി പ്രധാനമന്ത്രി. ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ആണവോർജ്ജം സാധ്യതയാക്കുന്നു. 100 ജിഗാവാട്ട് പദ്ധതിക്ക് തുടക്കമിടുന്നു. സെമി കണ്ടക്ടർ ഉൽപാദനം ഇരട്ടിയാക്കും. ജൻസികൾക്ക് ഹസ്തദാനം ചെയ്ത് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി. വിവാദം ഒഴിവാക്കാൻ ജാഗ്രത കാട്ടി സർക്കാർ ആഘോഷങ്ങളിൽ വന്ദേമാതരം ആലപിച്ചില്ല. സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ നാടകീയ രംഗങ്ങൾ. ഒരേ സമയം ദേശീയഗാനവും വന്ദേമാതരവും ആലപിച്ചു. ദേശീയഗാനത്തിനിടെ വന്ദേമാതരം ആലപിച്ച് BJP അംഗങ്ങൾ. വനംവകുപ്പ് ആസ്ഥാനത്തും പൂർണ്ണ ആലാപനം. ഗണേഷ് കുമാറിനെതിരെ NSSൽ പടയൊരുക്കം. സംഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ച ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ പ്രമേയം. NSS തലപ്പത്തിരുന്ന് മറ്റു മതത്തിൽ വിശ്വസിച്ചു. കുലം കുത്തികളെ കൂട്ടുപിടിച്ച് സംഘടനയെ ഇല്ലാതാക്കാമെന്ന് കരുതരുത്. ഗണേഷ് കുമാർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ നിന്നും വിമർശനം. കാലവർഷ മഴയിൽ 22% കുറവ്. 7 ജില്ലകളിൽ മഴ കുറഞ്ഞു. പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും അധിക മഴ. വയനാട്ടിൽ 51%, ഇടുക്കിയിൽ 44% മഴ കുറഞ്ഞു. ഓണം ആഘോഷിക്കാൻ നാട്ടിലേക്ക് തിരിക്കാനൊരുങ്ങുന്നവരോട് തീവെട്ടിക്കൊള്ള. സ്വകാര്യ ബസ്സുകളും വിമാന കമ്പനികളും നിരക്കുകൾ കുത്തനെ കൂട്ടി. വിമാന നിരക്കിൽ 50% വരെ വർധനവ്. ട്രെയിനുകളിൽ മാസങ്ങൾക്ക് മുൻപേ ടിക്കറ്റുകൾ തീർന്നു. യാത്രാക്ലേശത്തിനിടെ മലയാളിക്ക് റെയിൽവേയുടെ ഓണസമ്മാനം. ബംഗളൂരു കൊച്ചി വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ കോച്ചുകളുടെ എണ്ണം 16 ഉയർത്തി. യാത്രക്കാരുടെ ശേഷി 530 നിന്ന് 1128 ആക്കും. തിങ്കളാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരായ GST ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘം. GST വകുപ്പ് SIT രൂപീകരിച്ചു. EDയും പ്രാഥമിക അന്വേഷണം തുടങ്ങി. പുറത്തുവിട്ട ആരോപണങ്ങളിൽ മാധ്യമങ്ങളെ വെല്ലുവിളിച്ച് ആൻഡോ അഗസ്റ്റിൻ. ഇന്ത്യയുടെ ഉദാരമനസ്കതയും ക്ഷമയും ബലഹീനതയായി ആരും കരുതരുതെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ശത്രുക്കൾക്കെതിരെ കടുത്ത നീക്കത്തിന് രാജ്യം സജ്ജം. ഓപ്പറേഷൻ സിന്ദൂറിന് രാജ്യം തയ്യാറെടുത്തത് എങ്ങനെയെന്ന് ഡിസ്കവറി ചാനലിൽ തുറന്നു പറഞ്ഞ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. CJPയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വീണ്ടും വെട്ടി. സ്വാതന്ത്ര്യദിനത്തിൽ തങ്ങളുടെ ശബ്ദം അടിച്ചമർത്താനാണ് ശ്രമിച്ചതെന്ന് അഭിജിത് ദീപ്കെ. ഇന്തോനേഷ്യ ഭൂകമ്പത്തിൽ മരണസംഖ്യ 20 ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് തുടരുന്നു. 100 കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചു.
പശ്ചിമേഷ്യൻ യുദ്ധം ഗുരുതര പാരിസ്ഥിതിക പ്രതിസന്ധികൾക്കിടയാക്കുന്നു. ഇറാൻ തീരത്ത് കിലോമീറ്ററുകളോളം ദൈർഘ്യത്തിൽ ചരക്ക് കപ്പലിൽ നിന്ന് എണ്ണ പടരുന്നു. എണ്ണ വ്യാപനം വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്ത്. പിതാവിന്റെ വിയോഗത്തിന് പിന്നാലെ ലയണൽ മെസ്സി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വൈകാരിക കുറിപ്പിന് താഴെ പോർച്ചുഗീസ് താരം ക്രിസ്ത്യാനോ റൊണാൾഡോ പോസ്റ്റ് ചെയ്ത കമന്റ് ഏറെ ശ്രദ്ധേയമായി. ബുദ്ധിമുട്ടേറിയ സമയത്ത് താങ്കൾക്കും കുടുംബത്തിനും സ്നേഹപൂർണ്ണമായ ആലിംഗനമെന്ന് കമന്റ്. ഇൻസ്റ്റാഗ്രാമിൽ വൈറലായി ഈ കമന്റ്. ഇതിനകം തന്നെ 65 ലക്ഷം ലൈക്കുകൾ കിട്ടി. വൻ ഹിറ്റ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുത്തുവന്ന US പ്രസിഡന്റ് ട്രംപിന്റെ വാദം തള്ളി ഇറാൻ. ഹോർമുസ് എപ്പോൾ തുറക്കണം, എപ്പോൾ അടയ്ക്കണമെന്ന് ഇറാൻ തീരുമാനിക്കുമെന്നാണ് മറുപടി. ട്വീറ്റിലൂടെയോ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയോ പിടിച്ചെടുക്കാനാവുന്ന ഒന്നല്ല ഹോർമുസ് കടലിടുക്കെന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി പരിഹസിച്ചു. ഹോർമുസ് വളരെ വേഗം US പ്രദേശമാകുമെന്നായിരുന്നു നേരത്തെ ട്രംപിന്റെ അവകാശവാദം. നയതന്ത്ര സമാധാന ചർച്ചകൾ നിശ്ചലമെന്നാണ് ഇറാൻ പ്രസിഡന്റിന്റെ ഈ വിഷയത്തിലെ പ്രതികരണം. താൽക്കാലിക പാതയുടെ കാര്യം സാങ്കേതിക വിദഗ്ധർ പരിശോധിക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. تصمیمی برای شروع مجدد مذاکرات چیزی که در یادداشت تفاهم اسلام آباد آمده خاتمه جنگه، یعنی در یادداشت تفاهم اسلام آباد خاتمه جنگ اعلام شده. بله آمریکا این یادداشت تفاهم رو نقض کرده و ما دوباره درگیری ها شروع شده، ولی چیزی ما به عنوان آتش بس نداشتیم که حالا بخواد تمدید بشه. خاتمه جنگ رو داشتیم که الان وضعیت جدیدی رو پیدا کرده. هم قطر هم پاکستان پیام‌هایی رو رد و بدل می‌کنن، در تماس با ما هستن و ولی اصلا به معنای مذاکره نیست. ما هنوز تصمیمی برای شروع مجدد مذاکره با آمریکا گرفته نشد. VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഈ ഹോർമുസുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ അവകാശവാദം അത് എത്രത്തോളം ശരിയാണ് എന്ന് പലതരത്തിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇറാൻ വീണ്ടും അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ് അവർക്കൊപ്പമാണ് ഹോർമുസ് എന്നും അവർ വിചാരിച്ചാൽ തുറക്കാനും അടയ്ക്കാനും പറ്റുമെന്നും. എന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ സ്ഥിതി അവിടുത്തെ? രഞ്ജിത്ത്, ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ കഴിഞ്ഞ ദിവസം ട്രംപ് നടത്തിയ പ്രതികരണം വലിയ വിവാദമായിരുന്നു. വലിയ അവകാശവാദമാണ് ട്രംപ് ഉന്നയിച്ചത്. അതായത് നിലവിലെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇറാനെ കീഴടക്കുമെന്നും അവരെ തോൽപ്പിച്ച ശേഷം ഹോർമൂസ് കടലിടുക്ക് അമേരിക്കയുടെ അധീന പ്രദേശമായി പ്രഖ്യാപിക്കും എന്നുമായിരുന്നു ലോങ് ഐലൻഡിൽ ട്രംപ് നടത്തിയ പ്രതികരണം. ഇത് വലിയ വിവാദമായിരുന്നു. ഇതിനോടാണ് ഇറാൻ അതിശക്തമായ ഭാഷയിൽ ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യ സഹമന്ത്രി ആ മറുപടിയിൽ ശക്തമായ വാക്കുകളിൽ തന്നെ മറുപടി നൽകുന്നതോടൊപ്പം തന്നെ ട്രംപിനെ പരിഹസിച്ചും രംഗത്ത് വരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. ലോങ് ഐലൻഡിൽ ന്യൂയോർക്കിൽ ട്രംപ് വ്യക്തമാക്കിയത് ഹോർമൂസ് കടലിടുക്ക് അമേരിക്കയുടെ അധീന പ്രദേശമാക്കുമെന്നും നിലവിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണെന്നുമാണ്. എന്നാൽ ഈ അവകാശവാദം പൂർണ്ണമായും തള്ളുന്നു ഇറാൻ. നിലവിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഹോർമൂസ് എപ്പോൾ അടയ്ക്കണം, എപ്പോൾ തുറക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഇറാൻ ആണ് എന്ന് വിദേശകാര്യ സഹമന്ത്രി കാസിം ഗാരിബാബാദി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ പരിഹാസരൂപേണയുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്. അതായത് ഒരു ട്വീറ്റിലൂടെയോ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയോ പിടിച്ചെടുക്കാൻ കഴിയുന്നതല്ല ഹോർമൂസ് കടലെടുക്ക്. യുദ്ധവിമാനം കൊണ്ടോ മറ്റേതെങ്കിലും പ്രഖ്യാപനങ്ങൾ കൊണ്ടോ ഒന്നും ഹോർമൂസ് കടലെടുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് പരിഹാസ രൂപേണ ട്രംപിന് ഇറാൻ മറുപടി നൽകുന്നത്. ഒരു ഭീഷണിയെ ഭയപ്പെടുത്തില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകുന്നുണ്ട്. ഏത് ശക്തി പ്രകടനം കണ്ടും ഭയക്കില്ല. നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് നിലവിലുള്ള വാഹിനി കപ്പലുകൾ പോയി മറ്റൊന്ന് എത്തും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ സജീവമായി ഉണ്ട്. അതിനുള്ള നടപടികളും ആരംഭിച്ചു. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇതിനെ വായിച്ചെടുക്കാൻ. അതായത് ഒരു ഭീഷണിയെയും ഭയക്കുന്നില്ല, ഏത് തരത്തിലുള്ള ശക്തി പ്രകടനവും നേരിടാൻ തയ്യാറാണ് എന്നുമാണ് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. മറ്റൊന്ന്, ഇറാൻ പ്രസിഡന്റിൻ്റെയും അതോടൊപ്പം തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെയും പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ നിർണായകമായി വായിച്ചെടുക്കേണ്ടത്. ഒന്ന്, ഇറാൻ പ്രസിഡന്റിൻ്റെതായി പുറത്തു വന്ന പ്രതികരണം. നിലവിൽ ഇറാൻ നേരിടുന്ന പണപ്പെരുപ്പത്തിന് പ്രധാന കാരണം അത് അമേരിക്കയാണ്. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളാണ്. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ഒപ്പം ആക്ടിവിസ്റ്റുകളെയും അഭിസംബോധന ചെയ്യവെയാണ് പെസഷ്ക്യാൻ ഇക്കാര്യം പറഞ്ഞത്. ഒപ്പം പെസഷ്ക്യാൻ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ആശയവിനിമയവും സമാധാന ചർച്ചകളും പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നില്ല, എല്ലാം നിശ്ചലമായ സാഹചര്യമാണ് എന്ന് ഒരു വശത്ത് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നു. എന്നാൽ മറുവശത്ത് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം കൂടി ശ്രദ്ധേയമാണ്. അദ്ദേഹം നടത്തിയ പ്രതികരണം ഖത്തറും പാകിസ്ഥാനും
ഞങ്ങളുമായി ചില ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട്, ചില സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. അമേരിക്കയുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ പക്ഷേ ഇതുവരെ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നുകൂടി ഇറാൻ വിദേശകാര്യമന്ത്രി സ്ഥിരീകരിക്കുന്നു. എന്നാൽ മറ്റ് ചില സൂചനകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. അതായത് ഹോർമൂസ് കടലിടുക്കിൽ ഒരു താൽക്കാലിക പാത പരിഗണനയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് ഇറാനും ഒമാനും ഇപ്പോൾ ഉള്ളത്. ഇറാനിലെയും ഒമാനിലെയും സാങ്കേതിക വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഒമാനാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വൈദഗ്ധ്യം. നിലവിൽ ഒരു താൽക്കാലിക പാതയായി തുറന്ന് പിന്നീട് പല ഘട്ടങ്ങളിലായി ഒരു സ്ഥിരം സംവിധാനമാക്കി ഒരു സ്ഥിരം പാതയായി അതിനെ മാറ്റാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് അബ്ബാസ് അരഗച്ചി പറഞ്ഞു വെക്കുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ആ ഇത്തരത്തിൽ ഒരു താൽക്കാലിക പാത സംബന്ധിച്ച രൂപരേഖയും അക്കാര്യത്തിൽ അന്തിമ തീരുമാനവുമായാൽ തന്നെയും അമേരിക്ക ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ എന്നും പറയുന്നു. അതായത് കഴിഞ്ഞ ദിവസം വളരെ ശക്തമായ ഭാഷയിലാണ് ട്രംപ് പ്രതികരണം നടത്തിയത്. ഹോർമൂസ് തങ്ങളുടെ അധീനതയിലാക്കും, അതായി പ്രഖ്യാപിക്കും എന്ന വളരെ ശക്തമായ പ്രതികരണം നടത്തി. അതിനോട് അതേ ഭാഷയിൽ തന്നെ 24 മണിക്കൂർ ആകുന്നതിന് മുൻപ് ഇറാൻ ശക്തമായ മറുപടി നൽകിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ശരി കാർത്തിക്. മറ്റു വാർത്ത, അരുണാചൽ പ്രദേശിൽ മിന്നൽ പ്രളയത്തിൽ 4 പേർ മരിച്ചു. 5 സൈനികരെ കാണാനില്ല. പാസുപാനി ക്യാമ്പിലെ 2 സൈനിക ഷെൽട്ടറുകൾ ഒലിച്ചുപോയി എന്നാണ് വിവരം. സ്ഥലത്ത് രക്ഷാപ്രവർത്തനവും തെരച്ചിലും തുടരുകയാണ്. നന്ദന രാജൻ വിവരങ്ങളുമായി ചേരും. നന്ദന, 2 സൈനിക ഷെൽട്ടറുകൾ പൂർണ്ണമായും ഒലിച്ചുപോയി എന്നാണ് വിവരം പുറത്തു വരുന്നത്. മരണസംഖ്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കണക്ക് എന്താണ്? എത്ര പേർ ആ ക്യാമ്പുകളിൽ ഷെൽട്ടറുകളിൽ ഉണ്ടായിരുന്നു? 2 സൈനിക ഷെൽട്ടറുകളാണ് ഒലിച്ചുപോയത്. അരുണാചൽ പ്രദേശിൽ മിന്നൽ പ്രളയത്തിലാണ് 4 പേർ മരണപ്പെട്ടത്. 5 സൈനികരെ കാണാനില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒരു പ്രദേശമൊട്ടാകെ ഒലിച്ചുപോയ ഒരവസ്ഥയാണ്. നന്ദന, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, അരുണാചൽ പ്രദേശിൽ വെള്ളിയാഴ്ച തൊട്ട് പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണ് ഇപ്പോൾ 2 ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിന്നൽ പ്രളയവും അതോടൊപ്പം മണ്ണിടിച്ചിലുമാണ് 2 വിവിധ പ്രദേശങ്ങളിൽ അരുണാചൽ പ്രദേശിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അരുണാചലിലെ ദിബാംഗ് വാലിയിൽ മിന്നൽ പ്രളയവും അപ്പർ സുബൻസീരിയയിൽ മണ്ണിടിച്ചിലുമാണ് ഉണ്ടായിരിക്കുന്നത്. ദുരന്തത്തിൽ ഇതുവരെ 4 മരണമാണ് സ്ഥിരീകരിച്ചത്. അതുപോലെ തന്നെ 7 സൈനികരെ രാവിലെ കാണാതായിട്ടുണ്ടായിരുന്നു. അതിൽ 2 പേരെ തിരച്ചിലിൽ രക്ഷപ്പെടുത്താനായിട്ടുണ്ട്. ബാക്കി 5 സൈനികർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സുബൻസീരിയയിലെ ബയാച്ചിങ്ങിൽ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന സ്ഥലത്താണ് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായത്. പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലത്താണ് മണ്ണിടിച്ചിലുണ്ടായത് എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതലായും നിർമ്മാണ തൊഴിലാളികളായിരുന്നു ആ സ്ഥലത്തുണ്ടായിരുന്നത്. അതിൽ 4 പേരാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ പെട്ട് ദാരുണമായി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 4 പേരുടെ പേര് താജി റായ്, മർക്കൂഷ് ബസ്മദാരി, ബാബുൽ അലി, അതുപോലെ തന്നെ ദാഡു ബാക്കി എന്നീ 4 തൊഴിലാളികളാണ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ നാച്ചോ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ, അഗ്നിശമന സേന, SDRF സംഘം തുടങ്ങിയവർ ഏകോപനം നടത്തി അവിടെ രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ്. ഇവരെല്ലാവരും അവിടെ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം നടത്തി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനി ദിബാംഗ് വാലിയിൽ ഉണ്ടായ മിന്നൽ പ്രളയം അല്ലെങ്കിൽ ഫ്ലാഷ് ഫ്ലഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതേപോലെ വെള്ളിയാഴ്ച തൊട്ട് നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ കാരണമാണ് ഇവിടെ മിന്നൽ പ്രളയം ഉണ്ടായിട്ടുള്ളത്. 2 സൈനിക ഷെൽട്ടറുകൾ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഈ ഒരു മിന്നൽ പ്രളയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ എത്രത്തോളം തീവ്രമാണ് ഈ മിന്നൽ പ്രളയം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 7 സൈനികരെ രാവിലെ കാണാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ 2 പേരെ കണ്ടെത്താൻ ആയി എന്നുള്ളത് ആശ്വാസകരമാണ്. എങ്കിൽ പോലും ബാക്കി 5 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. രഞ്ജിത്ത്, ഹവിൽദാർ ഉപേന്ദർ, സൈനികരായ കുന്ദൻ, വിനോദ്, ആദിത്യ, സമുദ്ര എന്നീ 5 സൈനികരെയാണ് കാണാതായിട്ടുള്ളത്. ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും കരസേനയുടെയും അതുപോലെ ദുരന്ത നിവാരണ സേനയുടെയും സംയുക്തമായ ഏകോപനത്തോടെയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈനികരെയാണ് കാണാതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൈനിക സേനാ അംഗങ്ങളും ഇവരോടൊപ്പം തിരച്ചിലിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കാലാവസ്ഥയൊന്നും കാര്യമാക്കാതെ തന്നെ അവിടെ തിരച്ചിൽ തുടരുകയാണ്. ഇപ്പോൾ രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടാവും തോറും എത്രത്തോളം തിരച്ചിലിനെ അത് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്തായാലും നിലവിൽ ആ 5 സൈനികർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, ശരി, നന്ദനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.
കർണാടകയിൽ വെടിവെപ്പ്. വേട്ടയ്ക്കായി കാട്ടിൽ കയറിയ 3 പേരെ കർണാടക വനവകുപ്പ് ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നു. ചാമരാജനഗർ ജില്ലയിലെ കാവേരി വന്യജീവി സങ്കേതത്തിനുള്ളിലെ ഷാഗ്യ വനമേഖലയിലാണ് സംഭവം. വനം വകുപ്പിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. മൃതദേഹം ഏറ്റുവാങ്ങാതെ ബന്ധുക്കൾ പ്രതിഷേധിക്കുകയാണ്. സംഭവത്തിൽ സർക്കാർ മജിസ്ട്രിയൽ അന്വേഷണം പ്രഖ്യാപിച്ചു. കടലിടുക്കിലൂടെ സഞ്ചരിച്ച ADNOCയുമായി ബന്ധമുള്ള 2 കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തെ UAE, അറബ് ലീഗ്, അറബ് പാർലമെന്റ് എന്നിവ അപലപിച്ചു. ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതും ഹോർമുസ് കടലിടുക്കിനെ സാമ്പത്തിക സമ്മർദ്ദത്തിനും ഭീഷണിപ്പെടുത്തലിനും ഉപയോഗിക്കുന്നതും ഗുരുതരമായ നടപടിയാണെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സ്വതന്ത്രമായ കപ്പൽ ഗതാഗതത്തിന് പ്രാധാന്യം വ്യക്തമാക്കുന്ന ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി പ്രമേയത്തിന്റെ വ്യക്തമായ ലംഘനമാണ് ആക്രമണമെന്നാണ് മന്ത്രാലയത്തിന്റെ നിലപാട്. വാണിജ്യ കപ്പലുകൾ ലക്ഷ്യമിടുന്നതും രാജ്യാന്തര പാതകളെ തടസ്സപ്പെടുത്തുന്നതുമൊക്കെ വലിയ കടൽക്കൊള്ളയായി കണക്കാക്കേണ്ടി വരുന്ന സാഹചര്യമാണ് എന്നാണ് UAE വ്യക്തമാക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നത്. ഏതായാലും വലിയ പ്രത്യാഘാതങ്ങൾ ആഗോളതലത്തിൽ ഇതുണ്ടാക്കും എന്നുള്ള കുറ്റപ്പെടുത്തലും UAEയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാക്കാനാവില്ലെന്നും രാജ്യാന്തര നിയമപ്രകാരം സുരക്ഷിതമായ കടന്നുപോക്ക് ഉറപ്പാക്കണമെന്നും UAE ആവശ്യപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുമാത്രമല്ല, കുവൈറ്റും ഈജിപ്തും ഈ ആക്രമണത്തെ അപലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇടവേള. മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷനാണ്. മിനുസമുള്ള ഒരു തറയിൽ എണ്ണയൊഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നമ്മുടെ പാദങ്ങളും തറയും തമ്മിലുള്ള ഘർഷണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇതേ ഭൗതിക ശാസ്ത്രം തന്നെയാണ് ഹൈഡ്രോപ്ലേനിങ്ങിലും സംഭവിക്കുന്നത്. മഴയത്ത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വേഗത്തിൽ വരുന്ന വാഹനത്തിന്റെ ടയറിനും റോഡിനുമിടയിൽ ആ വെള്ളം ഒരു നേരിയ പാളിയായി രൂപാന്തരപ്പെടുന്നു. സാധാരണഗതിയിൽ ടയറുകളിലെ ചാലുകൾ അഥവാ ത്രെഡുകൾ ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ഈ വെള്ളത്തെ വെളിയിലേക്ക് തെറിപ്പിച്ച് റോഡുമായുള്ള സമ്പർക്കം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ വേഗത കൂടുമ്പോൾ ഈ പമ്പിംഗ് പ്രക്രിയ പരാജയപ്പെടുകയും കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു. വാഹനത്തിന്റെ വേഗത ഒരു നിശ്ചിത പരിധി കടക്കുമ്പോൾ ടയറുകൾക്ക് പുറന്തള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അതിനടിയിലേക്ക് ഇരച്ചു കയറുന്നു. വെള്ളം കംപ്രസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ അതിമർദ്ദം കാരണം ടയറുകൾ റോഡിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. അതായത് ആയിരക്കണക്കിന് കിലോഗ്രാം ഭാരമുള്ള നിങ്ങളുടെ വാഹനം റോഡിലല്ല, പകരം ഒരു നേരിയ ജലപാളിക്ക് മുകളിലൂടെയാണ് അപ്പോൾ സഞ്ചരിക്കുന്നത്. റോഡുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ ബ്രേക്കിങ്ങും സ്റ്റിയറിംഗും ആക്സിലേറ്ററും പൂർണ്ണമായും നിർജീവമാകുന്നു. ഡ്രൈവർക്ക് വാഹനത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുകയും വാഹനം തെന്നിമറിഞ്ഞ് വലിയ അപകടങ്ങൾക്ക്
കോഴിക്കോട് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ റോഡിലെ വീട്ടിൽ വൻ കവർച്ച. ജുവലറി ഉടമയുടെ വീട്ടിലാണ് കുത്തിത്തുറന്ന് കവർച്ച നടത്തിയത്. വീടിന്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതിനാൽ വീട്ടുകാർ മറ്റൊരു സ്ഥലത്ത് താമസിച്ചു വരികയായിരുന്നു. 30 പവനോളം മോഷണം പോയതായി വീട്ടുകാർ പറഞ്ഞു. വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന് അകത്തെ അലമാര പൊളിച്ചാണ് കവർച്ച നടന്നത്. അന്വേഷണം നടന്നുവരുന്നതായി കൊയിലാണ്ടി SI പറഞ്ഞു. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ, വിവരങ്ങൾ. രഞ്ജിത്ത്, ഞെട്ടിപ്പിക്കുന്ന വലിയൊരു കവർച്ച തന്നെയാണ് ഇപ്പോൾ കൊയിലാണ്ടിയിൽ ഉണ്ടായിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഗീതാഞ്ജലി എന്ന വീട്ടിൽ നിന്നാണ് 30 പവനോളം സ്വർണം മോഷണം പോയിരിക്കുന്നത്. വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ വീട്ടിൽ താമസിച്ചിരുന്ന ഗംഗാധരനും ഭാര്യയും മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് വീട്ടിൽ കവർച്ച നടന്ന വിവരം ശ്രദ്ധയിൽ പെടുന്നത്. വീടിന്റെ വാതിൽ പൊട്ടിത്തുറന്ന് അകത്തെ അലമാര പൊളിച്ച് അതിൽ നിന്നാണ് സ്വർണവുമായി കടന്നു വന്നിരിക്കുന്നത്. എന്തായാലും കൊയിലാണ്ടി പോലീസ് സ്ഥലത്തെത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഡോഗ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം ഈ വീടിന് സമീപത്തുള്ള ഇടങ്ങളിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വിശദമായി അന്വേഷണം നടത്തി വരികയാണ് എന്ന് SI പറയുകയും ചെയ്തു. എന്തായാലും ജുവലറി ഉടമയാണ് ഈ വീടിന്റെ ഉടമസ്ഥനായ ഗംഗാധരൻ. അദ്ദേഹം ഈ സ്ഥലത്തില്ല, അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് തന്നെ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിച്ചത് കൃത്യമായി അറിയാവുന്ന ആളുകളായിരിക്കാം ഈ മോഷണം നടത്തിയെന്നൊരു നിഗമനമുണ്ട്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 10 വർഷമായി ഒന്നിച്ച് ജീവിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയും സുഹൃത്ത് ജോർജിന റോഡ്രിഗസും ഈ മാസം 11-നാണ് വിവാഹിതരായത്. പോർച്ചുഗലിലെ ലിസ്ബൺ നഗരത്തിന് സമീപമുള്ള കാഷ്കിസിൽ നടന്ന സ്വകാര്യ ചടങ്ങിലായിരുന്നു വിവാഹം. 41-കാരനായ ക്രിസ്ത്യാനോയുടെ 5 മക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് സാക്ഷികളായത്. ഇവരുടെ ചിത്രമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിരുന്നു. ഇപ്പോൾ ഇരുവരുടെയും വിവാഹ ഉടമ്പടിയിലെ കരാർ വ്യവസ്ഥകൾ സംബന്ധിച്ച ചില കാര്യങ്ങളും പുറത്തു വരികയാണ്. ഔദ്യോഗിക വിവാഹ സർട്ടിഫിക്കറ്റ് പ്രകാരം സ്വത്ത് വിഭജന കരാർ അടിസ്ഥാനമാക്കിയാണ് ഇരുവരും വിവാഹിതരായത്. മെക്സിക്കൻ മാധ്യമമായ എൻ പരേഹ റിപ്പോർട്ട് അനുസരിച്ച് സ്വത്തുക്കളുടെ അവകാശം സംബന്ധിച്ച് വിവാഹ ഉടമ്പടിയിൽ കൃത്യമായ വ്യവസ്ഥകളുണ്ട്. റൊണാൾഡോയ്ക്കും ജോർജിനയ്ക്കും അവരവരുടെ വ്യക്തിഗത സമ്പാദ്യത്തിന്മേൽ പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കുന്ന രീതിയിലാണ് കരാർ. പോർച്ചുഗീസ് നിയമപ്രകാരം ഇത്തരമൊരു കരാർ ഉള്ളതിനാൽ വിവാഹത്തിന് മുൻപോ ശേഷമോ ഇരുവർക്കും ലഭിക്കുന്ന വരുമാനം, ആസ്തികൾ, നിക്ഷേപങ്ങൾ എന്നിവയിൽ അവർക്ക് തനിച്ചായിരിക്കും പൂർണ്ണ അവകാശം. ഭാവിയിൽ ഇവർ വേർപിരിയാൻ തീരുമാനിച്ചാൽ പോലും സ്വത്തുകൾ പകുത്തു നൽകേണ്ടുന്ന സാഹചര്യം ഇതിലൂടെ ഒഴിവാവുകയാണ്. റൊണാൾഡോയുടെ കരാറുകൾ, പരസ്യങ്ങൾ, സൗദി പ്രോ ലീഗ് ക്ലബ്ബായ അൽ നാസറിലെ ശമ്പളം, പെസ്ദാന CR7 ഹോട്ടൽ ശൃംഖല ഉൾപ്പെടെയുള്ള ബിസിനസ് സംരംഭങ്ങൾ എന്നിവയിൽ നിന്നുള്ള വരുമാനവും അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതായി തുടരും. അതേസമയം ഇരുവരും വിവാഹമോചനം നേടുകയാണെങ്കിൽ ചില പ്രത്യേക നിബന്ധനകളും കരാറിലുണ്ട്. അതായത് ആ നിബന്ധന പ്രകാരം റൊണാൾഡോയിൽ നിന്ന് ജോർജിനയ്ക്ക് പ്രതിമാസം ഏകദേശം 1,10,00,000 രൂപ മാസം നൽകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വിവാഹവും അതിനുശേഷമുള്ള ഇപ്പോഴത്തെ ഈ കരാറും വളരെ പ്രധാനപ്പെട്ട ഒന്നായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. ഇലക്ട്രോണിക്സ് വിതരണ രംഗത്തെ പ്രമുഖരായ ബോഷിന്റെ പുതിയ ഹോം അപ്ലയൻസുകളുടെ ഗ്രാൻഡ് ലോഞ്ച് മൈജിയിൽ നടന്നു. നടി ഭാവന ഉദ്ഘാടനം നിർവഹിച്ചു. നൂതന സാങ്കേതിക വിദ്യകളോട് നിർമ്മിച്ച റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഡ്രയർ എന്നിവയാണ് കൊച്ചിയിൽ ലോഞ്ച് ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായി വിപണിയിൽ ഇറക്കുന്ന 4 ഡോർ സൈഡ് ബൈ സൈഡ് 0 ഗ്യാപ്പ് പെർഫെക്റ്റ് ഫിറ്റ് റെഫ്രിജറേറ്ററാണ് മൈജിയിൽ അവതരിപ്പിച്ചത്. 30 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് ഇത്തവണ മൈജി ഓണം മാസ് ഓണം സീസൺ ഓഫറിലൂടെ നൽകുന്നത്. It's a proud moment for us to add these 3 prestigious products in our range. This will set a new course in these categories, and I am sure with the help of MyG, we will be strengthening these categories and making consumers happy, more happy every time they buy our products and use it. 3 പ്രീമിയം പ്രോഡക്ട്സ് ലോഞ്ച് ആണ് ബോഷിന്റെ. ഇറ്റ്സ് എ വെരി ക്ലാസി ഡിസൈൻ. നമ്മൾ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ സ്മാർട്ട് ഫ്രിഡ്ജും സ്മാർട്ട് വാഷിംഗ് മെഷീൻ ഒക്കെയാണ്. സോ എനിക്ക് തോന്നുന്നു കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സും പിന്നെ അതിനെ കാണാനുള്ള ഭംഗിയും ഒക്കെ ഉണ്ട്. ഐ തിങ്ക് ഇത് ഒരു ഹ്യൂജ് സക്സസ് ആവട്ടെ. ബോഷിനും മൈജിക്കും എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ മൈജിയുടെ എല്ലാ സ്റ്റോറുകളിലും പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ലൈവ് എക്സ്പീരിയൻസ് ചെയ്യാൻ മൈജി സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ ഈ ഫീച്ചേഴ്സ് എന്താണെന്നും അത് ഉപയോഗിച്ച് നോക്കി കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട് മേടിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. മൈജിയുടെ ഓണം ക്യാമ്പയിനായിട്ടുള്ള മൈജി ഓണം മാസ് ഓണം നമ്മൾക്ക് എല്ലാവർക്കും 30 കോടിയോളം സമ്മാനം നേടാനുള്ള അവസരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,015, പവന് 1,12,120. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,520, പവന് 92,160.
വെള്ളി ഗ്രാമിന് 250, കിലോയ്ക്ക് 2,50,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jeweler. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.